സൗദിയിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ വാർഷിക അവധി ദിനങ്ങളിൽ കൃത്യത വരുത്തി തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം 2 പെരുന്നാളുകൾക്കും 4 ദിവസങ്ങൾ വീതം നിർബന്ധ അവധി നൽകണം. സൗദി ദേശീയ ദിനത്തിൽ 1 ദിവസത്തെ അവധിക്ക് തൊഴിലാളിക്ക് അർഹതയുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ വർഷത്തിൽ 9 ദിവസങ്ങൾ ഔദ്യോഗിക അവധി ദിനങ്ങളായിരിക്കുമെന്നാണ് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. 4 വീതം ദിവസങ്ങൾ 2 പെരുന്നാളുകൾക്കും നൽകണം. റമദാൻ 29-നായിരിക്കും ചെറിയ പെരുന്നാളിന് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിനം. അടുത്ത ദിവസം തൊട്ട് 4 ദിവസങ്ങൾ ഈദുൽ ഫിത്തർ അവധി ദിനങ്ങളായിരിക്കും. ബലിപെരുന്നാൾ അഥവാ ഈദുൽ അദ്ഹയുടെ അവധി ആരംഭിക്കുന്നത് ദുൽഹജ് 9-ന് അറഫ ദിനം മുതലാണ്. സൗദി ദേശീയ ദിനത്തിലും 1 ദിവസം പൊതു അവധി ഉണ്ടായിരിക്കും. ദേശീയ ദിനം വാരാന്ത്യ അവധി ദിവസങ്ങളിൽ ഒന്നിൽ വന്നാൽ അതിന് തൊട്ടു മുമ്പോ ശേഷമോ ഉള്ള മറ്റൊരു ദിനം പകരമായി അവധി നൽകണം. എന്നാൽ ദേശീയ ദിനം ഏതെങ്കിലും പെരുന്നാൾ അവധി ദിനങ്ങളിലാണ് വരുന്നതെങ്കിൽ പകരമായി മറ്റൊരു ദിവസം അവധി അനുവദിക്കേണ്ടതില്ല. തൊഴിലാളിയുടെ സ്വന്തം വിവാഹത്തിനായി 5 ദിവസങ്ങൾ അവധി നൽകണം. പുതുതായി കുഞ്ഞു ജനിക്കുമ്പോഴും 3 ദിവസങ്ങൾ അവധിക്ക് അർഹതയുണ്ട്. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ തുടങ്ങിയവരിൽ ആരെങ്കിലും മരണപ്പെടുമ്പോഴും 5 ദിവസത്തെ അവധിക്ക് തൊഴിലാളിക്ക് അർഹതയുണ്ട്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. സൗദിയിലുണ്ടായ വാഹനാപകടത്തിൽ 5 വിദ്യാർത്ഥികൾ മരിച്ചു. മദീനയ്ക്കടുത്ത് അൽ ഉല പ്രവിശ്യയിലെ മുഗീറയിൽ മദ്രസ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. മരിച്ചവരിൽ 3 പേർ സഹോദരങ്ങളാണ്. 2 കുട്ടികൾക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണ്. കുട്ടികളുടെ മരണത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തി. സൗദിയിൽ പുതിയ 12 മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലാണ് പരിസ്ഥിതി ജലകൃഷി മന്ത്രാലയത്തിന് കീഴിൽ തുറമുഖങ്ങൾ സജ്ജമാകുന്നത്. ഇവ സജ്ജമാക്കുന്നതോടെ 4000-ലധികം ബോട്ടുകൾക്ക് ഒരേ സമയം മത്സ്യബന്ധനത്തിലേർപ്പെടാൻ സൗകര്യമൊരുങ്ങും. മത്സ്യബന്ധന മേഖലയിൽ കൂടുതൽ സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കുന്നതിനും രാജ്യത്തെ മത്സ്യബന്ധനം ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി. കിഴക്കൻ പ്രവിശ്യ, മക്ക, മദീന, അസീർ, ജിസാൻ, തബൂക്ക് തുടങ്ങിയ പ്രവിശ്യകൾ കേന്ദ്രീകരിച്ചാണ് പുതിയ തുറമുഖങ്ങൾ. ഇവയിൽ 6 എണ്ണം കിഴക്കൻ പ്രവിശ്യയിലാണ്. ഇവയിൽ 4 തുറമുഖങ്ങളുടെ പണി പൂർത്തിയായതായും ഉടൻ അവ മത്സ്യബന്ധനത്തിനായി തുറന്നുകൊടുക്കുമെന്നും ഫിഷറീസ് വകുപ്പ് മേധാവി ഡോക്ടർ അലി ബിൻ മുഹമ്മദ് അൽ ഷെയ്ഖ് പറഞ്ഞു. പുതിയ തുറമുഖങ്ങൾ സജ്ജമാകുന്നതോടെ 4527 ബോട്ടുകൾക്ക് ഒരേ സമയം മത്സ്യബന്ധനത്തിലേർപ്പെടാൻ സൗകര്യമൊരുങ്ങും. രാജ്യത്തെ മത്സ്യസമ്പത്തിന്റെ 60% കിഴക്കൻ പ്രവിശ്യയിൽ നിന്നാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മത്സ്യബന്ധന തുറമുഖങ്ങൾ വഴി രാജ്യത്തെ ചെറുകിട പദ്ധതികളിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. ഇതുവഴി ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേക്കാനും സഹായിക്കുമെന്നും ഫിഷറീസ് വകുപ്പ് മേധാവി വ്യക്തമാക്കി. മീഡിയ 1, ദമാം. വോട്ടിനക്കരെ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി മിക്ക രാഷ്ട്രീയ പാർട്ടികളും പോഷകഘടകങ്ങൾ വഴി പലപ്പോഴും ഫണ്ട് കണ്ടെത്തുന്നത് പ്രവാസ ലോകത്ത് നിന്നാണ്. എന്നിട്ടും തങ്ങളുടെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അവഗണിക്കുന്നുവെന്നാണ് പ്രവാസികൾക്കുള്ള പരാതി. പിറന്ന നാടിനെ ആവശ്യം വരുന്ന ഘട്ടങ്ങളിലെല്ലാം സഹായിച്ചിട്ടുള്ളവരാണ് പ്രവാസികൾ. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാകുമ്പോൾ പതിവ് പോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഗൾഫിലെ പോഷക ഘടകങ്ങളുടെ ശ്രദ്ധ നാട്ടിലേക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്താനുള്ള വഴികളിലേക്ക് തിരിയും. ഫണ്ട് തേടിയുള്ള നേതാക്കളുടെ ഗൾഫ് സന്ദർശനങ്ങൾ പതിവ് പോലെ ഇത്തവണയും നടക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന ശ്രദ്ധ കുറവാണെന്നാണ് പ്രവാസികളുടെ പരാതി. പ്രവാസികളുടെ കാര്യത്തിൽ കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. ചില വിഷയങ്ങളൊക്കെ പ്രവാസികളുടെ നിരന്തരമായ ആവശ്യങ്ങൾക്ക് മുമ്പിൽ സർക്കാരുകൾ പരിഗണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മൃതദേഹം നാട്ടിൽ സൗജന്യമായി കൊണ്ടുപോകുന്ന കാര്യത്തിൽ നോർക്ക എടുത്തിരിക്കുന്ന നിലപാട് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നടപ്പാക്കുമെന്ന് പറയുന്ന നിലപാട് നല്ല ഒരു കാൽവെപ്പാണ്. പക്ഷേ യാത്രാ വിഷയം പോലുള്ള വിഷയങ്ങൾ ഇപ്പോഴും പ്രവാസികളുടെ കീറാമുട്ടിയായി നിൽക്കുകയാണ്. അത് ഇതുവരെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അതിജീവനം തേടി പ്രവാസ ലോകത്തെത്തിയവരുടെ പരാതികൾക്ക് കാതോർക്കാൻ പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സാധിക്കണമെന്നാണ് പ്രവാസികൾ ആഗ്രഹിക്കുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. അൽ മദീന ഗ്രൂപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ദുബായ് ഇൻഡസ്ട്രിയൽ പാർക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. 4 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള കെട്ടിടത്തിലാകും ഇനി സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റ് വിഭാഗത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസും പ്രവർത്തിക്കുക. ടീകോം ഗ്രൂപ്പ് ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ അബ്ദുല്ല ബെൽഹുൽ ഉദ്ഘാടനം ചെയ്തു. ദുബായ് ഡെവലപ്മെന്റ് അതോറിറ്റി ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ ഗോപാലൻ നാഗസുബ്രഹ്മണ്യം, ദുബായ് ഇൻഡസ്ട്രിയൽ പാർക്ക് മാനേജിംഗ് ഡയറക്ടർ സൗദ് അബു അൽ ഷവാരിബ്, അൽമദീന ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുല്ല പുയിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അൽമദീന ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ പിറവി സ്ഥാപനത്തിന്റെ മുന്നേറ്റത്തിൽ ഏറെ നിർണായക നേട്ടമാണെന്ന് MD അബ്ദുല്ല പുയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഹ്യൂമൻ റിസോഴ്സസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ട്സ് എന്നിവയും പുതിയ ഓഫീസിന്റെ ഭാഗമായിരിക്കും. ഒയാസിസ് ക്യുസിൻസ്, ക്ലിക്കോൺ, ടെക്കോർബിറ്റ് ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും അൽമദീന ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഒട്ടേറെ വികസന പദ്ധതികളാണ് ഗ്രൂപ്പ് ഭാവിയിലേക്ക് വേണ്ടി ആവിഷ്കരിച്ചു വരുന്നത്. മീഡിയ 1, ദുബൈ. ബിൽഡിംഗ് മെറ്റീരിയൽസ് വിപണന രംഗത്തെ പ്രമുഖരായ ഗൾഫ് ടെക് ഗ്രൂപ്പ് വാർഷികം ആഘോഷിച്ചു. സലാല അൽ നാസർ ക്ലബ് മൈതാനിയിൽ വിവിധ കലാകായിക മത്സരങ്ങളോടെയാണ് ആഘോഷ പരിപാടികൾ നടന്നത്. ഡയറക്ടർ PK ബഷീർ അഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ മത്സരത്തിൽ ടീം സെനായിയ വിജയികളായി. ഷട്ടിൽ ടൂർണമെന്റ് മത്സരത്തിൽ ടീം സലാല 1ാം സ്ഥാനവും നേടി. ഗസയിലെ ജനതയ്ക്ക് ആശ്വാസവുമായി വീണ്ടും ഖത്തർ. ഗസയിലെ 6400 ബിരുദധാരികൾക്ക് തൊഴിൽ നൽകുമെന്ന് ഖത്തർ ഭരണകൂടം പ്രഖ്യാപിച്ചു. ഗസയിലെ ഖത്തർ പുനരുദ്ധാരണ കമ്മിറ്റി വഴിയാണ് നടപടികൾ പൂർത്തിയാക്കുക. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കരാർ അടിസ്ഥാനത്തിലായിരിക്കും തൊഴിൽ നൽകുക. ഗസയിലെ കുട്ടികൾക്ക് പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകിയും വൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഖത്തർ ഗസയിൽ നടപ്പാക്കി വരുന്നത്. മക്ക കിങ് അബ്ദുല്ലാഹ് മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലിലെ മലയാളി കൂട്ടായ്മയ്ക്ക് കീഴിൽ പ്രവാസികൾക്കായി ഏകദിന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ സിറ്റിയിലെ അൽ സഹറാവി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. രക്തസമ്മർദ്ദ, പ്രമേഹരോഗ നിർണയം, നേത്രപരിശോധന, ECG, ആരോഗ്യ ബോധവൽക്കരണം തുടങ്ങിയ സേവനങ്ങൾ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. ഫാസിസത്തിനെതിരെ സാംസ്കാരിക പ്രതിരോധം ഉയരണമെന്ന് പ്രശസ്ത സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരൻ. വർത്തമാന ഇന്ത്യ, എഴുത്തും രാഷ്ട്രീയവും എന്ന തലക്കെട്ടിൽ വെൽഫെയർ കേരള കുവൈറ്റ് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫർവാനിയ ഐഡിയൽ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ റസീന മുഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലയിലെ പേങ്ങാട് KMCC ജിദ്ദ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. പേങ്ങാട് മഹല്ല് കാരണവരും മുസ്ലിം ലീഗ് സംസ്ഥാന നേതാവുമായിരുന്ന PK സീതി ഹാജി, വെമ്പോയിൽ ഹമീദ് എന്നിവരുടെ അനുസ്മരണാർത്ഥമാണ് ചടങ്ങ് നടന്നത്. 18 വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന കമ്മിറ്റി കൺവീനർ മാരാപ്പൊറ്റ അബ്ദുൽ നാസറിനുള്ള യാത്രയയപ്പും ചടങ്ങിൽ വെച്ച് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകും. ഇന്ന് ഡൽഹിയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ധാരണയിലെത്താൻ ആയിട്ടില്ല. 6 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ധാരണയായി. സിറ്റിംഗ് സീറ്റുകളായ എറണാകുളവും പത്തനംതിട്ടയും ഉൾപ്പെടെയുള്ള 10 മണ്ഡലങ്ങളിലാണ് തീരുമാനം ആകാനുള്ളത്. വെള്ളിയാഴ്ച സ്ക്രീനിംഗ് കമ്മിറ്റി വീണ്ടും യോഗം ചേരും. ഒരു ദിവസം നീണ്ട സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ശേഷവും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ കോൺഗ്രസിനായില്ല. സിറ്റിംഗ് MPമാരിൽ ശശി തരൂർ തിരുവനന്തപുരത്തും കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിലും MK രാഘവൻ കോഴിക്കോടും വീണ്ടും മത്സരിക്കും. ആറ്റിങ്ങലിൽ സിറ്റിംഗ് MLA അടൂർ പ്രകാശും കണ്ണൂരിൽ K സുധാകരനും കാസർഗോഡ് സുബയ്യറായും മത്സരിക്കാനുള്ള ധാരണയായി എന്നാണ് വിവരം. ബാക്കി മണ്ഡലങ്ങളിൽ കൃത്യമായ ധാരണയുണ്ടാക്കാനായില്ല. അതിനാൽ 15-ന് വീണ്ടും യോഗം ചേരും. After Congress President's visit to Kerala, on the 15th morning we will have our meeting and finalize our recommendations. മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നുണ്ടോ? ഒന്നും ഫൈനലൈസേഷൻ നടന്നിട്ടില്ല. 15th ശേഷമേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 15th പറ്റുള്ളൂ. സിറ്റിംഗ് സീറ്റുകളിൽ എറണാകുളത്തും പത്തനംതിട്ടയിലും തർക്കം നിലനിൽക്കുന്നതിനാൽ തീരുമാനമെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് വിട്ടു. KV തോമസിന് പകരം എറണാകുളത്ത് ഹൈബിഗഡിന്റെ പേര് ഉയർന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മത്സരിക്കുന്നില്ലെങ്കിൽ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി മത്സരിക്കും. ആലപ്പുഴയിൽ VM സുധീരന്റെ പേര് I ഗ്രൂപ്പും PC വിഷ്ണുനാഥിന്റെ പേര് A ഗ്രൂപ്പും മുന്നോട്ട് വെച്ചു. വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി KK രമയെ പരിഗണിക്കണമെന്ന ആവശ്യം ചില നേതാക്കൾ ഉന്നയിച്ചു. ഇക്കാര്യത്തിലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതായിരിക്കും. വയനാട്ടിൽ അബ്ദുൾ മജീദിന്റെയും ഷാനിമോൾ ഉസ്മാന്റെയും പേരുകൾക്ക് മുൻതൂക്കമുണ്ട്. ചാലക്കുടിയിൽ ബെന്നി ബെഹ്നാനും തൃശൂരിൽ TN പ്രതാപനും മത്സരിക്കാൻ ഏകദേശ ധാരണയായെന്നാണ് വിവരം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് LDF പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോഴും ചർച്ചയിലാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോഴേക്കും LDF പ്രചാരണം ഏറെ ദൂരം പിന്നിട്ടിരിക്കും. PM ഷാഫിക്കൊപ്പം മിജി ജോസ്, മീഡിയ 1. മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്ന പൊതുവികാരമാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്. നേതാക്കൾ മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന അഭിപ്രായം ഉയർന്നു. അതേസമയം മത്സരിക്കാനില്ലെന്ന നിലപാട് നേതാക്കൾ ഇന്നും ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടേതായിരിക്കും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് മുൻപേ മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനം ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും KC വേണുഗോപാലും നടത്തി. ആത്മവിശ്വാസക്കുറവാണെന്ന സന്ദേശമാണ് ഇത് നൽകിയത്. അതിനാൽ മറികടക്കാൻ മുതിർന്ന നേതാക്കൾ മത്സരിക്കണം. ഇതായിരുന്നു സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉയർന്ന പൊതുവികാരം. ഇടുക്കിയിൽ ആന്റോ ആന്റണിയെ മത്സരിപ്പിച്ച് ഉമ്മൻചാണ്ടിയെ പത്തനംതിട്ടയിൽ നിർത്തണമെന്ന നിർദ്ദേശവും ഉയർന്നു. എന്നാൽ ഇന്നും മത്സരരംഗത്തേക്കില്ലെന്ന നിലപാട് നേതാക്കൾ ആവർത്തിച്ചു. മത്സരരംഗത്ത് നിന്ന് പിന്മാറിയ KC വേണുഗോപാലിന്റെ തീരുമാനത്തിന് പൊതുസ്വീകാര്യത യോഗത്തിൽ ലഭിച്ചു.
എന്നാൽ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടേതായിരിക്കും. ഹൈക്കമാൻഡ് പറഞ്ഞാൽ എല്ലാ മുതിർന്ന നേതാക്കളും മത്സരിക്കുമെന്ന് PC ചാക്കോ പ്രതികരിച്ചു. വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ മുതിർന്നവർ മാറി നിൽക്കുക എന്നുള്ളൊരു അഭിപ്രായത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇപ്പോൾ വിജയസാധ്യത ആണ് പരിഗണിക്കേണ്ട ഏറ്റവും മുഖ്യ വിഷയം. സിറ്റിംഗ് MP-യുടെ കാര്യത്തിലാണെങ്കിലും ജയസാധ്യതയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നത് നല്ലതാണെന്നും PJ കുര്യൻ പറഞ്ഞു. സിറ്റിംഗ് MP-മാരുള്ളിടത്തും അല്ലാത്ത മറ്റു സ്ഥലങ്ങളിലും എല്ലായിടത്തും വിജയസാധ്യത അത് ആയിരിക്കണം ക്രൈറ്റീരിയൻ. സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിലെ മുഖ്യ കാരണങ്ങളിലൊന്നും മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന കാര്യത്തിലെ ആശയക്കുഴപ്പമാണ്. മീഡിയ 1 ഡൽഹി. സീറ്റ് ലഭിക്കാത്തതിനെ ചൊല്ലി ലോക് താന്ത്രിക് ജനതാദളിലുണ്ടായ തർക്കത്തിന് പരിഹാരം. പ്രതിഷേധം അറിയിച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന നേതൃത്വം അനുനയിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രനുമായി വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജൻ കൂടിക്കാഴ്ച നടത്തി. അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ LJDക്ക് കൂടുതൽ സീറ്റ് നൽകാമെന്നാണ് CPM വാഗ്ദാനം. LJD സംസ്ഥാന കമ്മിറ്റിക്ക് മുൻപ് തന്നെ ജില്ലാ നേതൃത്വം ഉയർത്തിയ എതിർപ്പ് അവസാനിച്ചിരുന്നു. ഇന്നലെ രാത്രി തന്നെ LDF സ്ഥാനാർത്ഥി P ജയരാജൻ മനേത്ത് ചന്ദ്രനെ വീട്ടിലെത്തി കണ്ടിരുന്നു. സ്വാഭാവികമായ പ്രതികരണമാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടേതെന്നായിരുന്നു LJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാറിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വിജയത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ മാന്യമായ പരിഗണന നൽകാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും MV ശ്രേയാംസ്കുമാർ പറഞ്ഞു. ഏതായാലും ഇനി വരുന്ന സമയത്തെല്ലാം തന്നെ മാന്യമായ പരിഗണന ഞങ്ങൾക്ക് നൽകുമെന്ന് LDF നേതാക്കൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. അല്ല, ഇനി വരുന്ന അതായത് LDFന്റെ സംഘടനാപരമായ കാര്യത്തിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ രാഷ്ട്രീയ കക്ഷി നിലയിൽ അർഹമായ പ്രാതിനിധ്യം നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നേടിയെടുക്കാത്തതിനെതിരെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമായിരുന്നു ജില്ലാ കമ്മിറ്റി ഉയർത്തിയത്. മനേത്ത് ചന്ദ്രന്റെ നടപടി ശരിയായില്ലെന്ന അഭിപ്രായമുയർന്നെങ്കിലും തെരഞ്ഞെടുപ്പ് വേളയിൽ നടപടി വേണ്ടെന്ന തീരുമാനം സംസ്ഥാന കമ്മിറ്റി കൈക്കൊള്ളുകയായിരുന്നു. മീഡിയ 1 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. കോട്ടയത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗമാണ് പട്ടിക തയ്യാറാക്കിയത്. ഓരോ മണ്ഡലത്തിലും 3 പേരെ ഉൾപ്പെടുത്തിയാണ് പട്ടിക. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ഉൾപ്പെടെ എല്ലാ മുതിർന്ന നേതാക്കളും പട്ടികയിൽ ഇടം പിടിച്ചു. BJPയുടെ പരാജയം ഉറപ്പുവരുത്താൻ വേണ്ടി CPM-ഉം കോൺഗ്രസും പരസ്പര ധാരണയോടുകൂടി മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ സീറ്റുകളിലേക്കും മുതിർന്ന നേതാക്കന്മാർ തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശം. അതനുസരിച്ചുള്ള പാനലാണ് സംസ്ഥാന കോർ കമ്മിറ്റി തയ്യാറാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക്. LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കമായി. 6 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മണ്ഡലം കൺവെൻഷൻ ഇന്ന് നടന്നു. ആറ്റിങ്ങലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ആലപ്പുഴയിൽ VS അച്യുതാനന്ദനും തൃശൂരിൽ കാനം രാജേന്ദ്രനും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 14-ാം തീയതിയോടെ 20 മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ പൂർത്തിയാക്കി പ്രചരണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഇടതുമുന്നണി പ്രചാരണ പരിപാടികളിലും മേൽക്കൈ നേടാനുള്ള നീക്കത്തിലാണ്. ആറ്റിങ്ങൽ, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് മണ്ഡലങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ആറ്റിങ്ങൽ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് നേരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. തൊഴിലാളി ദ്രോഹം, കർഷക ദ്രോഹം, എല്ലാ ജനങ്ങൾക്കും ദ്രോഹം, ജനാധിപത്യത്തിന് ഭീഷണി, മതനിരപേക്ഷതയെ അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു കൂട്ടർ ഇനിയും അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണം തുടർന്നാൽ ജനാധിപത്യം തകരുമെന്ന് ആലപ്പുഴ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദി കേവലം ഒരു കമ്മീഷൻ ഏജന്റ് മാത്രമാണ്. തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ കയ്യിലെ കളിപ്പാവയാണ് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. എറണാകുളത്ത് P രാജീവിന്റെ മണ്ഡലം കൺവെൻഷൻ MA ബേബിയും തൃശൂരിൽ രാജാജി മാത്യു തോമസിന്റേത് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് LDF കൺവീനർ A വിജയരാഘവനും കോഴിക്കോട് MP വീരേന്ദ്രകുമാറുമാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. 14-ാം തീയതിയാണ് LDF കൺവെൻഷനുകൾ അവസാനിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം. MV ജയരാജനെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. P ജയരാജൻ വടകരയിൽ സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിലാണ് MV ജയരാജനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റിയിലെത്തിയ P ശശിക്ക് വടകര മണ്ഡലത്തിലെ 2 നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല കൂടി നൽകി. അവശ്യഘട്ടത്തിൽ സെക്രട്ടറിയുടെ ചുമതല മറ്റൊരാൾക്ക് നൽകുക എന്ന കീഴ്വഴക്കത്തിന് വിരുദ്ധമായാണ്
പി ജയരാജനെ മാറ്റി MV ജയരാജനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. മുൻപ് ഷുക്കൂർ, കദ്രൂർ മനോജ് വധക്കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് പി ജയരാജൻ റിമാൻഡ് ചെയ്യപ്പെട്ടപ്പോൾ MV ജയരാജന് സെക്രട്ടറിയുടെ പകരം ചുമതല നൽകുക മാത്രമായിരുന്നു ചെയ്തത്. ചുമതല വഹിച്ച ശേഷമാണ് പി ജയരാജൻ സ്ഥാനമൊഴിയുന്നത്. ആ യോഗം സഖാവ് MV ജയരാജന് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ഐകകണ്ഠ്യേന തെരഞ്ഞെടുത്ത കാര്യം അറിയിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയ പി ശശിയും ഇന്നത്തെ കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട തലശ്ശേരി, വടകര നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതലയും ശശിക്ക് നൽകിയിട്ടുണ്ട്. പി ശശി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അയക്കുമെന്ന അഭ്യൂഹങ്ങളോട് MV ജയരാജന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതിന് പ്രാപ്തരായ ആളെ തന്നെ തീരുമാനിക്കും. എല്ലാവരും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ളവരാണ്, പ്രാപ്തരാണ്. ഏറ്റവും പ്രാപ്തിയുള്ള ആളെ തന്നെ അവിടെ കൊണ്ടുവരാൻ കഴിയും. പി ശശിയുടെ പകരക്കാരനായി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയ പി ജയരാജൻ ശശി മടങ്ങിയെത്തിയ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ സ്ഥാനമൊഴിയുന്നു എന്ന യാദൃശ്ചികതയും ഇതിനൊപ്പമുണ്ട്. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ. ബിഷപ്പിന്റെ പിന്തുണ തേടി വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി PP സുനീർ താമരശ്ശേരി ബിഷപ്പ് ഹൌസിലെത്തി. ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലുമായി 45 മിനിറ്റോളം ചർച്ച നടത്തി. രാവിലെ 11 മണിയോടെയായിരുന്നു PP സുനീർ താമരശ്ശേരി ബിഷപ്പ് ഹൌസിലെത്തിയത്. മണ്ഡലത്തിൽ സ്വാധീനമുള്ള വ്യക്തികളെ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിനെ കണ്ടതെന്നായിരുന്നു സുനീറിന്റെ പ്രതികരണം. ഇടതുപക്ഷം ചെയ്ത ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ അവരുമായി സംസാരിച്ചു. പ്രളയത്തിന് ശേഷമുള്ള വയനാട്ടിലെ അവരുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും അവർ ഞങ്ങളോട് സംസാരിച്ചു. വയനാട്ടിൽ പാർലമെന്റ് അംഗത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞ 10 വർഷം ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും സുനീർ കുറ്റപ്പെടുത്തി. മറ്റ് 19 മണ്ഡലങ്ങളിൽ വ്യത്യസ്തമായി വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു MPയുടെ സാന്നിധ്യം ഇന്നുവരെ അറിയാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി അവർ അദൃശ്യനായ ഒരു MPയെക്കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് വ്യക്തിപരമായി ഒരു വിമർശനത്തിന് അല്ലെങ്കിൽ പരാമർശത്തിന് ഞാൻ മുതിരുന്നില്ല. അതൊരു രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് യോജിച്ചതല്ലാത്തതുകൊണ്ട് വ്യക്തിപരമായി ഞാൻ അത്തരം ഒരു പരാമർശം നടത്തുന്നില്ല. ജോർജ് M. തോമസ് MLAക്കൊപ്പമായിരുന്നു സുനീർ സന്ദർശനം നടത്തിയത്. മീഡിയ 1, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ കൃത്യമായി സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞ കേരളത്തിലെ ഏക മണ്ഡലമാണ് തിരുവനന്തപുരം. സിറ്റിംഗ് MP ശശി തരൂരിനെ UDF നിലനിർത്തിയപ്പോൾ CPI നേതാവും MLAയുമായ C. ദിവാകരനെയാണ് LDF രംഗത്തിറക്കിയത്. RSSന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച കുമ്മനം രാജശേഖരനാണ് NTA സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ഇത്തവണയും ശശി തരൂരിനെയാണ് UDF സ്ഥാനാർത്ഥിയാക്കിയത്. താൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് തരൂർ. കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ഡൽഹിയിൽ നമ്മളുടെ ആവശ്യങ്ങൾ അവിടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മന്ത്രാലയങ്ങളിലും പാർലമെന്റിന്റെ ഫ്ലോറിലും സംസാരിക്കാൻ കഴിവുള്ള ആരായിരിക്കും ആദ്യത്തെ ചോദ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ ദേശീയ എക്സിക്യൂട്ടീവ് സ്ഥാനം നഷ്ടപ്പെട്ട C. ദിവാകരനെയാണ് LDF രംഗത്തിറക്കിയത്. വിവാദങ്ങളെല്ലാം അവസാനിച്ചുവെന്നും ജനങ്ങൾ മാറ്റത്തിനായി ആഗ്രഹിക്കുന്നുവെന്നുമാണ് C. ദിവാകരൻ പറയുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി ഞാൻ ഈ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ നടന്ന എല്ലാ സമരങ്ങളിലും എൻ്റെ അടയാളമുണ്ട്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുകയാണ് മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് കുമ്മനം രാജശേഖരൻ. BJP ഏറെ പ്രതീക്ഷിക്കുന്ന മണ്ഡലമായ തിരുവനന്തപുരത്ത് RSSന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് കുമ്മനത്തെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് കുമ്മനം പറയുന്നത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വഞ്ചിച്ചു ജനങ്ങളെ. അത് ജനങ്ങൾ ആ ഒരു തിരിച്ചറിവിലാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇത് തീർച്ചയായിട്ടും ഒരു വിഷയം തന്നെയാണ്, വിഷയമാവുകയും വേണം. കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കുക. അതിനാൽ തന്നെ പ്രചാരണ പരിപാടികൾ 3 മുന്നണികളും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. മീഡിയ 1, തിരുവനന്തപുരം. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് പ്രചാരണത്തിൽ മുന്നേറി LDF സ്ഥാനാർത്ഥി C. ദിവാകരൻ പ്രധാന സ്ഥലങ്ങളിലെത്തി വോട്ട് ചോദിക്കാൻ തുടങ്ങി. നെയ്യാറ്റിൻകര ലത്തീൻ രൂപത ബിഷപ്പിനെയും കണ്ടു. ആറ്റിപ്ര അരിശുമൂട്ടിലെ കുശമുട്ടം ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് C. ദിവാകരൻ രാവിലെ എത്തിയത്. ക്ഷേത്ര പരിസരത്ത് വെച്ച് പൊങ്കാലയ്ക്കെത്തിയവരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. ക്ഷേത്രത്തിൽ കയറി വോട്ടർമാരെയും ക്ഷേത്ര ഭാരവാഹികളെയും കണ്ടു. നേരത്തെ പ്രചരണ രംഗത്തിറങ്ങാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് C. ദിവാകരൻ. രാജ്യം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ സമീപനങ്ങളിലും അവരുടെ ആവശ്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് 10 വർഷം വേസ്റ്റായിരുന്നു, ഒന്നും നടന്നില്ല. അതാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഇതിനിടെ ക്ഷേത്രത്തിലെത്തിയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി സൗഹൃദ സംഭാഷണം. നെയ്യാറ്റിൻകരയിലെത്തി ലത്തീൻ രൂപത ബിഷപ്പ് ധർമ്മരാജ് റസാലുവുമായി കൂടിക്കാഴ്ച നടത്തി. പിതാവ് എന്നെ വിളിക്കും, അവരുടെ കൂടെ ആഹാരം കഴിക്കും. അങ്ങനൊരു സൗഹൃദ സംഭാഷണത്തെ ഞാൻ വന്നു. അപ്പോൾ അദ്ദേഹം അന്വേഷിക്കുമല്ലോ, അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ അങ്ങ് കണ്ടില്ലല്ലോ.
ആദ്യം കിട്ടുന്ന ഈ മുൻതൂക്കം സ്വാഭാവികമായും തനിക്ക് പ്രചാരണത്തിലുടനീളം കാഴ്ചവെക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് സി ദിവാകരൻ പങ്കുവയ്ക്കുന്നത്. ക്യാമറ പേഴ്സൺ ബിജു രാജനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം. കളരിയിലെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയ ഗുരുവിനെ കണ്ട് അനുഗ്രഹം തേടിയാണ് ആറ്റിങ്ങലിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ സമ്പത്ത് ഇന്ന് പ്രചാരണം ആരംഭിച്ചത്. തിരുവനന്തപുരം മുടവൻമുകളിലെ മാരുതി കളരിയിലെത്തിയായിരുന്നു സ്ഥാനാർത്ഥി ഗുരുവിനെ കണ്ടത്. അടവുകളും ചുവടുകളും പഠിച്ച കളരിയിലെത്തി തന്റെ ആശാന്റെ അനുഗ്രഹം വാങ്ങിയാണ് എ സമ്പത്ത് തന്റെ 4ാം അംഗത്തിന് കച്ചമുറുക്കി ഇറങ്ങുന്നത്. രാവിലെ 10:30 മാരുതി കളരിയിലെത്തിയ സമ്പത്ത് ആശാനും കുടുംബത്തോടുമൊപ്പം കുറച്ചു സമയം ചിലവിട്ടു. പിന്നീട് കളരിയിലേക്ക് അവിടെ വെച്ച് ആശാന്റെ അനുഗ്രഹം വാങ്ങി. 1980 മുതൽ 5 വർഷമായിരുന്നു തങ്കപ്പനാശാനു കീഴിലെ കളരി പഠനം. അതിനുശേഷവും ആശാനും കുടുംബവുമായുള്ള അടുപ്പം തുടരാനായതിൻ്റെ സന്തോഷം എ സമ്പത്തിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. എല്ലാ വർഷവും ഞാൻ ആശാൻ്റെ കളരിയിലെത്താറുണ്ട്. ആശാൻ കുടുംബാംഗങ്ങളും എന്നെ കാണാനും വരാറുണ്ട്. ശിഷ്യന് വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആശാനും. ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടിയെ നോക്കല്ല, നല്ല കാര്യം ആര് വന്ന് പറഞ്ഞാലും അത് ശരിയാക്കും. അതുപോലെ ഇന്ന് നടക്കുന്നുണ്ടാവുക, ഇന്ന് വന്നാലും ജയിക്കുന്നുമുണ്ട്. അല്പനേരം കളരി അഭ്യാസങ്ങളും കണ്ടാണ് എ സമ്പത്ത് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നത്. ഉണ്ണി പാലാഴിക്കൊപ്പം മുഹമ്മദ് അസ്ഹർ, മീഡിയ 1, തിരുവനന്തപുരം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തെ തുടർച്ചയായി 3 തവണ പ്രതിനിധീകരിച്ച പി കരുണാകരൻ MP സ്ഥാനമൊഴിയുന്നു. മണ്ഡലത്തിൽ MP എന്ന നിലയിൽ നിരവധി കാര്യങ്ങൾ ചെയ്തുവെന്നും അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഇപ്രാവശ്യവും മണ്ഡലത്തിൽ ജയമൊരുക്കുമെന്നും പി കരുണാകരൻ MP പറഞ്ഞു. നീണ്ട 15 വർഷത്തെ ലോക്സഭാ ജീവിതത്തോടാണ് പി കരുണാകരൻ MP വിട പറയുന്നത്. 3 തവണ തുടർച്ചയായി കാലാവധി പൂർത്തിയാക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിലെ ആദ്യ MP എന്ന റെക്കോർഡുമായാണ് അദ്ദേഹം ലോക്സഭയുടെ പടിയിറങ്ങുന്നത്. 3ാം തവണ പാർലമെന്റിലെ CPM-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്നു. താൻ കഴിഞ്ഞ കാലങ്ങളിൽ മണ്ഡലത്തിനായി നിരവധി കാര്യങ്ങൾ ചെയ്തുവെന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെരിയയിലെ കേന്ദ്ര സർവകലാശാല എന്നും അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ എൻ്റെ പാർട്ടി സെക്രട്ടേറിയറ്റ് ഞാൻ വലിയ രീതിയിൽ വഴക്കം കാര്യങ്ങളും കൂട്ടിയതിന് ശേഷമാണ് കാസർഗോഡ് അനുവദിച്ചത്. യഥാർത്ഥത്തിൽ ആ സെൻട്രൽ യൂണിവേഴ്സിറ്റി 3000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ്. MP എന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ഇപ്രാവശ്യത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സഹായകരമാകും. പെരിയ ഇരട്ടക്കൊലപാതകം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും പി കരുണാകരൻ MP കൂട്ടിച്ചേർത്തു. അത് നമ്മൾ പൂർണ്ണമായിട്ട് അപലപിച്ചിട്ടുണ്ട്, കാരണം നമ്മളതിനെ ന്യായീകരിച്ചിട്ടില്ല. മീഡിയ 1, കാസർഗോഡ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. ET മുഹമ്മദ് ബഷീറും PK കുഞ്ഞാലിക്കുട്ടിയും സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി തങ്ങളുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. പൊന്നാനിയിൽ മുന്നണി പ്രശ്നങ്ങളില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. രാവിലെ 9 മണിയോടെ PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തി അനുഗ്രഹം വാങ്ങിയാണ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ടത്. ഇരുവരും ഹൈദരലി തങ്ങളുമായി തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്തു. പൊന്നാനി മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം പ്രധാന ചർച്ചയായി. മലപ്പുറം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ച് നാളെ DCC ഓഫീസിൽ യോഗം ചേരും. പൊന്നാനിയിൽ UDF-നുള്ളിൽ പ്രശ്നങ്ങളില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഒരു ഭിന്നതയില്ലാത്ത മണ്ഡലം ഇപ്പോൾ പൊന്നാനിയാണ് ഞങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് മുഴുവൻ തീർന്നു. പൊന്നാനിയിലെ ലീഗ് കോൺഗ്രസ് പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും മികച്ച ഭൂരിപക്ഷം നേടുമെന്നും ET മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു. നല്ല വിജയം UDF-നുണ്ട്, പറ്റിയ ഒരു സാഹചര്യം, ആളുകൾ വളരെ ആവേശം. പൊന്നാനിയിലെ പ്രചാരണ പരിപാടികളിൽ ET മുഹമ്മദ് ബഷീറിനൊപ്പം കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കും. മീഡിയ 1, മലപ്പുറം.